നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ആരിഫ് ഹുസൈന്റെ ചാനലിൽ നടന്ന ഒരു ഫോണിൻ സംഭാഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അജി ജോസഫ് എന്ന ഒരു ഡ്രൈവർ ആരിഫിനെ വിളിക്കുന്നു. താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം സഹപ്രവർത്തകനോട് ഇസ്ലാമിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കി സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇയാൾ പരാതിപ്പെടുന്നത്. ഈ വ്യക്തിപരമായ ഒരു തൊഴിൽ തർക്കത്തെ ആരിഫ് ഹുസൈൻ എന്ന ഇസ്ലാം വിദ്വേഷി എങ്ങനെയാണ് ഇസ്ലാമിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇസ്ലാമിനൊരു പുതിയ രൂപം നൽകി അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആരിഫിന്റെ തന്ത്രങ്ങളെ നമുക്ക് ഓരോന്നായി പൊളിച്ചെടുക്കാം. ജിഹാദും ആധിപത്യവും എന്ന ആരിഫിന്റെ തെറ്റായ വ്യാഖ്യാനം. ആരിഫ് ഹുസൈൻ ജിഹാദിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം ഇസ്ലാമിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരാളുടെ വാചകമടി മാത്രമാണ്. ഇസ്ലാമിന്മേൽ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അയാൾ പദങ്ങളെ വളച്ചൊടിക്കുകയാണ്. ഈ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇസ്ലാമിന്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ജിഹാദിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ അതെനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം. ആരിഫ് ഹുസൈൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചിന്താഗതിയിലെ വൈരുദ്ധ്യം നോക്കൂ. ഇയാൾ ഇസ്ലാമിനെ ആധിപത്യത്തിന്റെ മതമായി വിളിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഒരു വിഭാഗം ആളുകൾ മറ്റു മതസ്ഥരെ രണ്ടാം തരം പൗരന്മാരാക്കാൻ ശ്രമിക്കുന്നതിനെ അയാൾ വെള്ളപൂശുന്നു. ഇസ്ലാം നീതിയെക്കുറിച്ച് പറയുമ്പോൾ അത് അയാൾക്ക് ആധിപത്യമാണ്. എന്നാൽ വംശീയ രാഷ്ട്രീയക്കാർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളത് മതേതരത്വമായി വ്യാഖ്യാനിക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെ എന്താണ്? യുക്തിഹീനമായ ചതി എന്ന ആരോപണം ആരിഫും വിളിച്ചയാളും ചേർന്ന് ഇസ്ലാമിൽ ചതിയും വഞ്ചനയും അനുവദനീയമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ള. ഇനി നമുക്ക് ഒരു സമന്വയ രീതിയിലുള്ള മറുപടി പരിശോധിക്കാം. ആരിഫ് ഹുസൈൻ വിശ്വസിക്കുന്ന ഭൗതികവാദി ലോകവീക്ഷണത്തിൽ സത്യസന്ധതയ്ക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? പരിണാമ സിദ്ധാന്ത പ്രകാരം അതിജീവനം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഒരാളെ ചതിച്ച് വിജയിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമുണ്ട്? അവിടെ നീതിയെന്നൊന്നില്ല, കരുത്തൻ അതിജീവിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. അത് എല്ലാ കാലത്തും സത്യസന്ധതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു. ആരിഫ് ഹുസൈൻ ആരോപിക്കുന്നതുപോലെ ചതി ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒന്നല്ല. നേരെ മറിച്ച് അത് നിഷിദ്ധമാണ്. തൊഴിൽ തർക്കത്തെ ജിഹാദായി ചിത്രീകരിക്കുന്ന ആരിഫിന്റെ കുതന്ത്രം. അജി ജോസഫ് എന്ന ഡ്രൈവർ തന്റെ ജോലിസ്ഥലത്തുണ്ടായ ഒരു തർക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അയാൾ ഒരു മുസ്ലിം സഹപ്രവർത്തകനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആരിഫ് ഇതിനെ ഇസ്ലാമിക ഗൂഢാലോചനയായി മാറ്റുകയാണ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് എനിക്ക് നല്ല അന്തസ്സായിട്ട് സസ്പെൻഷൻ കിട്ടി, ഇപ്പൊ ജോലി പോകണോ വേണ്ടത് പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇസ്ലാം മതത്തില് തെണ്ടിത്തരങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ പറയുന്ന ആ മുസ്ലിങ്ങളെ മുച്ചോട് മുടിക്കുക അല്ലെങ്കിൽ അവന്റെ ജോലി പോവുക ആ രീതിയിലായിട്ട് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആരിഫ് ഹുസൈൻ വിളിച്ചയാളോട് പറയുന്നത് കോടതിയിൽ പോകാനാണ്. എന്നാൽ വിളിച്ചയാൾ മദ്യപിച്ചു എന്ന പരാതിയെക്കുറിച്ചാണ് പറയുന്നത്. അത് തെളിയിക്കേണ്ടത് നിയമപരമായ മാർഗങ്ങളിലൂടെയാണ്. എന്നാൽ ആരിഫ് ഇതിനെ ഇസ്ലാമിക ഗൂഢാലോചനയായി ഉറപ്പിക്കുകയാണ്. തെളിവുകളില്ലാതെ ഒരു സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ രീതി നികൃഷ്ടമാണ്. മതനിന്ദാ നിയമത്തെക്കുറിച്ചുള്ള ആരിഫിന്റെ നുണകൾ. ആരിഫ് ഹുസൈൻ ഇന്ത്യയിൽ ഒരു അലിഖിത മതനിന്ദാ നിയമമുണ്ടെന്നും അത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ മാത്രമാണെന്നും അവകാശപ്പെടുന്നു. എന്നാൽ അയാളുടെ തന്നെ പഴയ പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഇതിലെ വൈരുദ്ധ്യം വ്യക്തമാകും. ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ ഒരു മതനിന്ദാ നിയമം ഒരു അലിഖിതമായിട്ട് ഇവിടെ ഉണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് കോടതി പോവാം. അങ്ങനെ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഇന്ത്യയിലെ നിയമങ്ങൾ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. എന്നാൽ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെ മാത്രം ലക്ഷ്യം വെച്ച് ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ്. അയാൾ പറയുന്ന അലിഖിത നിയമം അയാളുടെ ഭാവനയിൽ മാത്രമുള്ളതാണ്. ഇസ്ലാമിനെക്കുറിച്ച് ആർക്കും എന്തും പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്നിട്ടും അയാൾ ഇരവാദം ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ്. സ്ത്രീകളും പള്ളികളും
ആരിഫിന്റെ അറിവില്ലായ്മ. വിളിച്ചയാൾ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറുന്നില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് മറുപടിയായി ആരിഫ് നൽകുന്നത് ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന ധ്വനിയാണ്. എന്നാൽ ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്ന രീതിയെക്കുറിച്ച് ഈ ചാനലിലെ തന്നെ വീഡിയോ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ കൃത്യമായ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കൂ. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് ഇസ്ലാം എതിരല്ല. എന്നാൽ പുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലരാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവിടെയുള്ളത്. ഇത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ആരാധനയിലെ ഏകാഗ്രതയ്ക്കും വേണ്ടിയാണ്. ആരിഫ് ഹുസൈൻ ഇത് സ്ത്രീകളെ അടിച്ചമർത്തുന്നതായി ചിത്രീകരിക്കുന്നത് അയാളുടെ മുൻധാരണകൾ കൊണ്ടാണ്. ജോലിയിലെ മദ്യപാനവും ഇസ്ലാമിക വിദ്വേഷവും. വിളിച്ചയാൾ മദ്യപാനത്തെ ന്യായീകരിക്കുന്നതും തന്റെ ജോലി നഷ്ടപ്പെട്ടതിന് കാരണം തന്റെ രാഷ്ട്രീയമാണെന്ന് പറയുന്നതും നാം കണ്ടു. എന്തെന്നാ വന്നിരിക്കുന്നത്? എനിക്ക് ആദ്യത്തെ കേസ് വന്നത് ഞാൻ ഡ്യൂട്ടിയിലേക്ക് മദ്യപിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഈ സാധനം പറയുന്നത് പിറ്റേ ദിവസമാണ്, അതായത് തലേന്ന് രാത്രിയാണ് ഞാൻ ഡ്യൂട്ടി പോയി. പിറ്റേന്നാണ് എന്നെ വിളിച്ചിട്ട് പിറ്റേന്ന് ഉച്ച തിരിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചു, അത് കാരണമാണ് നിങ്ങൾക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി കയറാൻ പറയാം. എന്റെ ഒരു മാസം ഡ്യൂട്ടി ഷെഡ്യൂൾഡാ. പറഞ്ഞപ്പോ ഞാൻ മദ്യപിക്കുന്ന ആളാണോ? ഞാൻ ഒക്കേഷണലാണ്. പക്ഷെ ഒരു വ്യക്തി മദ്യപിച്ച് ജോലിക്ക് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യുകയെന്നത് സഹപ്രവർത്തകയുടെ ഉത്തരവാദിത്തമാണ്. അതിനെ മതത്തിന്റെ പേരിൽ ആക്രമിക്കുന്നത് ആരിഫിന്റെ നീചമായ രാഷ്ട്രീയമാണ്. അയാൾക്ക് നീതിയല്ല വേണ്ടത്, മറിച്ച് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ഒരവസരം മാത്രമാണ് വേണ്ടത്. ആരിഫ് ഹുസൈന്റെ വെള്ളപൂശൽ രാഷ്ട്രീയം. ആരിഫ് ഹുസൈൻ ഈ വീഡിയോയിലുടനീളം ചെയ്യുന്നത് ഇസ്ലാമിനെ ഒരു വലിയ ഭീഷണിയായി ചിത്രീകരിക്കുകയും അതേസമയം സംഘപരിവാർ പോലുള്ള തീവ്രവാദ ആശയങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. അയാൾ തന്നെ വിളിച്ചയാളോട് പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് മതേതരത്വമാണ് എന്ന്. എന്നാൽ ഇസ്ലാമിനെപ്പറ്റി തെണ്ടിത്തരങ്ങൾ എന്ന് വിളിക്കുന്നത് മതേതരത്വമാണോ? ആരിഫ് ഹുസൈൻ വംശീയ രാഷ്ട്രീയത്തിനു വേണ്ടി വാദിക്കുന്നയാളാണെന്ന് അയാളുടെ പഴയ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. യൂറോപ്പിലെ ഇമിഗ്രേഷനെക്കുറിച്ചും മറ്റും അയാൾ സംസാരിക്കുന്നത് തീവ്ര വലതുപക്ഷ ഭാഷയിലാണ്. മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനും അവരോടുള്ള വിദ്വേഷം പടർത്താനും അയാൾ ഏതറ്റം വരെയും പോകും. ഇയാൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് യുക്തിവാദത്തിന്റെ പേരിലല്ല, മറിച്ച് മുസ്ലിം വിദ്വേഷത്തിന്റെ പേരിലാണ്. ഇസ്ലാമിലെ സ്ത്രീ സങ്കല്പം, യഥാർത്ഥ വശങ്ങൾ. ആരിഫ് ഹുസൈൻ ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതെല്ലാം തെറ്റിദ്ധാരണാജനകമാണ്. ഇസ്ലാം സ്ത്രീകളെ കൃഷിയിടത്തോട് ഉപമിച്ചു എന്നത് ഇവർ പരിഹസിക്കാറുണ്ട്. എന്നാൽ അതിന്റെ യഥാർത്ഥ പൊരുളെന്താണ്? ഈ വിഷയത്തിൽ ഡോക്ടർ അബ്ദുള്ള ബാസിൽ നൽകുന്ന വിശദീകരണം ശ്രദ്ധിക്കുക. സാഹിത്യത്തിലുള്ള പ്രയോഗങ്ങളെ അക്ഷരാർത്ഥത്തിലെടുക്കുന്നതിനു പകരം അതിന്റെ ആലങ്കാരികമായ അർത്ഥതലങ്ങളിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. കൃഷിയിടത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിനെ എന്തോ മോശപ്പെട്ട അല്ലെങ്കിൽ അശ്ലീലമായ ഒന്നായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പൊതുവെ മലയാളികൾക്കിടയിൽ കൃഷിയോടുള്ള ഒരു പുച്ഛ മനോഭാവം നിലനിൽക്കുന്നതിന്റെ ഭാഗമായിരിക്കാം. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട കാര്യങ്ങളോടാണ് ആ ഉപമ നടത്തിയിരിക്കുന്നത്. കൃഷിയോടുള്ള ഈ പുച്ഛഭാവം കൊണ്ടാവണം കൃഷിയെ ഒരു മോശം തൊഴിലായി കാണുകയും മറ്റു വൈറ്റ് കോളർ ജോലികൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന കാഴ്ചപ്പാട് ഉടലെടുക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇസ്ലാം നൽകുന്ന ഇത്തരം മനോഹരമായ ഉപമകളെപ്പോലും സ്ത്രീവിരുദ്ധമായി ചിത്രീകരിക്കാനാണ് ആരിഫ് ഹുസൈൻ ശ്രമിക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഈ ഉപമയുടെ അന്തസത്ത. അത് മനസ്സിലാക്കാൻ ആരിഫിനെ പോലെ മുൻധാരണകളുള്ളവർക്ക് കഴിയില്ല. ആരിഫ് ഹുസൈന്റെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ. ആരിഫ് ഹുസൈൻ തന്റെ സംസാരത്തിലുടനീളം ഇസ്ലാമിസ്റ്റുകളെയും ഇടതുപക്ഷത്തെയും ചേർത്ത് ഒരു വലിയ ഗൂഢാലോചനാ കഥ മെനയുന്നുണ്ട്. ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് അയാൾ വിളിക്കുന്ന പ്രതിഭാസം. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് ആരിഫിനെ പൂട്ടാൻ നടക്കുകയാണ് എന്ന രീതിയിലാണ് അയാളുടെ സംസാരം. ഇത് വെറും ഭ്രാന്തമായ ഒരു ചിന്താഗതിയാണ്. മുസ്ലിങ്ങളെയും ഇടതുപക്ഷത്തെയും ഒരുപോലെ വെറുക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ മുസ്ലിങ്ങളും ഇടതുപക്ഷവും തമ്മിൽ ആശയപരമായി വലിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ BJP പോലുള്ള വംശീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇവർ പലപ്പോഴും ഒരേ വേദിയിൽ വരുന്നത്. അതിനെ ഒരു ഭീകര ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്നത് ആരിഫിന്റെ തന്ത്രമാണ്. അവസാന നിഗമനം. ആരിഫ് ഹുസൈൻ എന്ന ഇസ്ലാം വിദ്വേഷി ചെയ്യുന്നത് തന്റെ പ്ലാറ്റ്ഫോമിലൂടെ മുസ്ലിം വിരുദ്ധത പടർത്തുകയെന്നതാണ്. ഒരു വ്യക്തിപരമായ പ്രശ്നത്തെ അയാൾ ജിഹാദായി ചിത്രീകരിക്കുന്നു, മദ്യപാനത്തെ ന്യായീകരിക്കുന്നു,
നിയമപരമായ പ്രശ്നങ്ങളെ മതപരമായ ആയുധങ്ങളാക്കി മാറ്റുന്നു. ഇസ്ലാമിനെപ്പറ്റി അയാൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അയാൾക്ക് തന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉദ്ദേശ്യം മാത്രമേയുള്ളൂ. സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഇസ്ലാമിന്റെ യഥാർത്ഥ സ്രോതസ്സുകൾ പരിശോധിക്കുക. ആരിഫിനെപ്പോലെ വിദ്വേഷം വിൽക്കുന്നവരുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക. ഇസ്ലാം നീതിയുടെയും സമാധാനത്തിന്റെയും മതമാണ്. അത് ഒരു വ്യക്തിയെയും അന്യായമായി വേട്ടയാടാൻ പഠിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.